ഹായ് ഗായ്സ്, വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന വാക്കുകൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ പലയിടത്തും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SMS വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യുവർ അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് വിത്ത് ഇത്ര എമൗണ്ട്, അല്ലെങ്കിൽ യുവർ അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് വിത്ത് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡെബിറ്റായി എന്ന് പറയും. നമുക്ക് ആരെങ്കിലും പൈസ അയച്ചു തരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റായി എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഡെബിറ്റ് എന്ന് പറയുന്നത് എന്തോ ബാഡും ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്തോ ഗുഡും ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് രണ്ടും ടേംസ് മാത്രമാണ്. അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഗുഡുമാകാം ബാഡുമാകാം, ഡിപ്പെൻസ് അപ്പോൺ ദി കേസ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഡെബിറ്റും ക്രെഡിറ്റും ഗുഡോ ബാഡോ ആക്കുന്നത് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ്, അല്ലാതെ അത് ഗുഡും ബാഡുമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ചെറുപ്പത്തിൽ മാത്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള വർക്കിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലായത് അത് ചെയ്ത് നോക്കിയപ്പോഴാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിലും ഡെബിറ്റും ക്രെഡിറ്റും നമ്മളതിനെ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. അതിനെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ഡെബിറ്റും ക്രെഡിറ്റും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൽ കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മളിപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കുറച്ച് റൂൾസ് നമ്മൾ പറയാറില്ലേ, ആ റൂൾസ് ഫോളോ ചെയ്യണം എന്ന് നമ്മൾ പറയാറില്ലേ. ആ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴും കുറച്ച് റൂൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ റൂൾസ് എന്താണെന്ന് അറിഞ്ഞാലാണ് ബാക്കി നമുക്ക് എങ്ങനെ ക്രെഡിറ്റ് ചെയ്യാം, എങ്ങനെ ഡെബിറ്റ് ചെയ്യാം, എങ്ങനെ അക്കൗണ്ടിങ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആ റൂൾസ് ഒന്ന് ആദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു ടേബിൾ കാണിച്ചു തരാം. ഈ ടേബിളിൽ നിങ്ങൾ ഈ വേർഡ്സ് ഫെമിലിയർ ആയിരിക്കുമല്ലേ? അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ഇക്വിറ്റി, റവന്യൂ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരെ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. ഓക്കെ, ഇതിൽ പരിചയമില്ലാത്തൊരു വേർഡ് വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, നമ്മളൊരു ബിസിനസ്മാൻ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇടുകയാണ് അല്ലെങ്കിൽ കൊണ്ടുവരികയാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് വിളിക്കുമല്ലേ? ഇതേപോലെ ഇതിൻ്റെ റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ടേബിളിലോട്ട് പോവാം. ഇവിടെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഇൻക്രീസും ഡിക്രീസും കോളംസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ പോലെ നമ്മൾ ഡ്രോയിങ്സ് ഒരാൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോയിങ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി ഡ്രോയിങ്സ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഫൈൻ. ഇനി ഇതേപോലെ തന്നെയാണ് അസറ്റും. അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. എക്സ്പെൻസും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഡ്രോയിങ്സിനും അസറ്റിനും എക്സ്പെൻസിനും ഒരേ വർക്കിംഗ് ആണ് വരുന്നത് മനസ്സിലായി. ഈ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യും. ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യും. റവന്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യും. സോ ലയബിലിറ്റി, ഇക്വിറ്റി, റവന്യൂ ഇത് മൂന്നിനും ഒരേ വർക്കിംഗ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്ന് എനിക്കറിയാം. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതൊരു റൂളാണ്. ഈ ഐറ്റംസ് വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇന്ന പോലെ ചെയ്യണം, അത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇന്ന പോലെ ചെയ്യണം എന്ന റൂൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു കോളം കൂടെ നിങ്ങൾക്ക് അവിടെ കാണാം, ബാലൻസ്. ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, ഇക്വിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അതുപോലെ റവന്യൂവിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാകും. ആദ്യമായിട്ട് നമുക്കൊരു പ്രോബ്ലമായിട്ട് നോക്കണ്ട, നമ്മളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, നമ്മളൊരു ബുക്ക് വാങ്ങിക്കുകയാണ്. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ബുക്ക് വാങ്ങിക്കുന്നത്. ഓക്കെ, ക്യാഷ്. ഓക്കെ, നമുക്ക് രണ്ട് ഐറ്റംസ് കിട്ടി, ഒന്ന് ബുക്കും പിന്നെ ഒന്ന് ക്യാഷ്. ഇനി നമ്മൾ ഈ ബുക്ക് വാങ്ങിച്ചപ്പോൾ നമ്മളുടെ ബുക്കിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ക്യാഷോ ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് ബിസിനസ്സിലോട്ട് വരാം. നമ്മളൊരു ബിസിനസ്മാൻ ആണ്, നമ്മൾ മെഷീനറി വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ മെഷീനറി വാങ്ങിയപ്പോൾ നമുക്കതിൽ എന്തൊക്കെ ഇൻവോൾവായി? മെഷീനറി ഇൻവോൾവായി, അതുപോലെ തന്നെ ക്യാഷും ഇൻവോൾവായി. ഇവിടെ എന്താണ് ഉണ്ടായത്? മെഷീനറി ഇൻക്രീസ് ചെയ്തു, അതുപോലെ ക്യാഷ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് ആ റൂൾസിലോട്ട് പോകാം. ഓക്കെ, രണ്ട് ഐറ്റംസിൽ ആദ്യത്തേതായ മെഷീനറി, ഇത് ഏതാണ്? അസറ്റ് ആണല്ലേ? മെഷീനറി അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ആവുമല്ലേ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ ഇൻക്രീസ് ആകുമ്പോൾ എന്താണ് റൂള്? ഡെബിറ്റ് ചെയ്യണം, റൈറ്റ്?
അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഐറ്റം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐറ്റം വരുന്നത് എന്താണ്? ക്യാഷാണ്. ക്യാഷ് അസറ്റാണ്. ഓക്കെ, ക്യാഷ് അസറ്റാണ്. ഇവിടെ ക്യാഷ് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ്. പേ ചെയ്തപ്പോൾ ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഓക്കെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പം നമുക്ക് ബാങ്ക് ഒരു അക്കൗണ്ടാണ്, അതുപോലെ തന്നെ അടുത്ത അക്കൗണ്ട് വരുന്നതാണ് ക്യാഷ്. നമുക്ക് തിരിച്ച് വീണ്ടും ആ റൂളിലോട്ട് പോകാം. ക്യാഷ് എന്താണ്? അസറ്റാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ക്യാഷ് നമുക്ക് ലോൺ എടുത്തപ്പോൾ ഇൻക്രീസ് ആയി. ഓക്കെ, ക്യാഷ് ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അസറ്റ് ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഐറ്റം അല്ലെങ്കിൽ അക്കൗണ്ടിലോട്ട് പോകാം. ബാങ്ക്. ബാങ്ക് എന്താണ്? നമ്മളിവിടെ ലോൺ എടുക്കല്ലേ ചെയ്തത്. അപ്പോൾ നമുക്ക് ലോണ് ലൈബിലിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഇത് തിരിച്ച് പേ ചെയ്യണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റിയാണ്. ഫൈൻ, ലൈബിലിറ്റി ഇവിടെ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിന് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷൻസ് നോക്കി എന്ത് മനസ്സിലായി? അറ്റ്ലീസ്റ്റ് എ ഡെബിറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എ ക്രെഡിറ്റ് ഒരു ട്രാൻസാക്ഷനിൽ എന്തായാലും സംഭവിക്കും. ഒരു ട്രാൻസാക്ഷനിൽ ഒരു ഡെബിറ്റോ ഒരു ക്രെഡിറ്റോ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡുവൽ ആസ്പെക്റ്റ് എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മൾ കണ്ട ഈ ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ ഡെബിറ്റ്, ക്രെഡിറ്റ്, അതുപോലെ റൂൾസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മളിനി ജേണൽ എൻട്രി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. ഓക്കെ, ജേണൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. ആദ്യം നമുക്ക് ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് കാണാം. ഇതാണ് ജേണൽ ഫോർമാറ്റ്. ഇതിൽ നമുക്ക് 5 കോളംസാണ് ടോട്ടൽ വരുന്നത്. ആദ്യത്തെ കോളം ഡേറ്റ് കോളമാണ്. ആ ട്രാൻസാക്ഷൻ എന്നാണ് സംഭവിക്കുന്നത് അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് കോളം യൂസ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമതായിട്ട് വരുന്ന കോളമാണ് പെർട്ടിക്കുലേഴ്സ്. ഈ പെർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നമ്മൾ സംഭവിച്ച ഈ ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് എഴുതുന്ന സ്ഥലമാണ് പെർട്ടിക്കുലേഴ്സ്. ഇനി നെക്സ്റ്റ് കോളമാണ് LF. LF എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേജ് നമ്പറാണ്. ഓക്കെ, നമ്മളത് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു പേജ് നമ്പറിനുള്ള കോളമാണ് LF. ഇനി വരുന്ന 2 കോളംസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഈ ഡെബിറ്റും ക്രെഡിറ്റും കോളംസിലാണ് നമ്മൾ എമൗണ്ട് എഴുതുക. നമ്മൾ ഈ ട്രാൻസാക്ഷന് നമ്മൾ യൂസ് ചെയ്ത എമൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും കോളത്തിലാണ് എഴുതുക. ഓക്കെ, ഇനി നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ കാണാം. On January 1st, 2023, machinery bought for ₹1 lakh in cash. സിമ്പിളാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ളതാണ്. മെഷീനറി പർച്ചേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെഷീനറി നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അതുപോലെ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഫൈൻ, ഇവിടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ എഴുതുക ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആയിരിക്കും. എന്താണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? മെഷീനറി അക്കൗണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതി സൈഡിൽ DR. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ലൈനിൽ 2 വെച്ചിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്മൾ 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുള്ളത്. സോ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ആ ബ്രാക്കറ്റിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറി ബോട്ട് ഇൻ ക്യാഷ്. എന്താണ് അവിടെ സംഭവിച്ചതിന് എന്നതിനെക്കുറിച്ചൊരു ചെറിയ നെറേഷനാണ് ഈ ബ്രാക്കറ്റിൽ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിനായിട്ടുള്ളൊരു ഭാഗമാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ്. ഇവിടെ നമ്മൾ എഴുതുന്നത് എമൗണ്ടാണ്. ഈ ട്രാൻസാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്ത എമൗണ്ടാണ് എഴുതുന്നത്. സോ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഏതാണ് എഴുതുക? മെഷീനറിക്ക് നേരെ ഡെബിറ്റ് സൈഡിലും ക്യാഷിന് നേരെ ക്രെഡിറ്റ് സൈഡിലും നമ്മൾ എമൗണ്ട് എഴുതും. ക്ലിയർ അല്ലേ? എമൗണ്ട് എത്രയാണ് വരുന്നത്? 1 lakh. സോ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട്, ഡെബിറ്റിൽ 1 lakh, ക്രെഡിറ്റിൽ 1 lakh നമ്മൾ എഴുതി. ഇതുപോലെ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പോൾ നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് അടിയിൽ XXX എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി അങ്ങനെ താഴോട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ജേണൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ജേർണലൈസിങ് ടെക്നിക്കാണ്. ടെക്നിക്ക് ഇൻ ദ സെൻസ് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അനലൈസ് ദി ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഐഡൻറ്റിഫൈ അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ് ഇൻവോൾവ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? മെഷീനറി, ക്യാഷ്. ഇത് ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും.
ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഇൻ വിച്ച് കാറ്റഗറി ഈച്ച് ഫോൾസ്. നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചില്ലേ, അതാണ് ഈ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇതിൽ മെഷീനറി അസറ്റാണ്, അതുപോലെ ക്യാഷും അസറ്റ് തന്നെയാണ്. നമ്മൾ ബാങ്ക് ലോണിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതിൽ ബാങ്ക് ലൈബിലിറ്റി ആണെന്ന് പറഞ്ഞു. അതുപോലെ ഓരോന്നും ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഈ അസറ്റ് അല്ലെങ്കിൽ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യാണോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ദ റൂൾ. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബോക്സ്, ആ ഒരു ടേബിൾ അനുസരിച്ചിട്ട് അത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്ന് കണ്ടു. അതുപോലെ ജേർണൽ ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.